നമസ്കാരം കൂട്ടുകാരെ. എൻ്റെ കഥയുടെ പേരാണ് കറുപ്പിനഴക്. കറുത്തുപോയതിനാൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ? കറുപ്പിനെ ഏഴഴകാണെന്നൊക്കെ പറയാൻ കൊള്ളാം. എന്നാൽ കറുത്തവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാ കറുത്തവർക്കും വേണ്ടിയാണ് ഈ കഥ. കാ കാ കറുമൻ കാക്ക അതിരാവിലെ എഴുന്നേറ്റ് വാഴക്കൈയിലിരുന്ന് കരയാൻ തുടങ്ങി. ഓ, എന്തൊരു ശല്യം! സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന കുട്ടൻ ഓടിച്ചെന്ന് തെറ്റാലിയെടുത്ത് കറുമന്റെ തലമണ്ട നോക്കി ഒറ്റയത്. അയ്യോ, എൻ്റെ തല പോയേ! ചോരൊഴുകുന്ന തലയുമായി കറുമൻ കരഞ്ഞുകൊണ്ട് ദൂരേക്ക് പറന്നു. ഒരു പാറയിൽ ചെന്നിരുന്ന് ഒച്ചത്തിൽ വീണ്ടും കരയാൻ തുടങ്ങി. നീ എന്തിനാ കരയുന്നേ? പാറച്ചേട്ടൻ സങ്കടത്തോടെ ചോദിച്ചു. കറുമൻ കരഞ്ഞുകൊണ്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പാറച്ചേട്ടനോട് പറഞ്ഞു. ഓ, ഇത്രേ ഉള്ളൂ. പാറച്ചേട്ടൻ ചിരിച്ചു. പാറച്ചേട്ടൻ എന്നല്ല ആർക്കും ഞങ്ങളെ മനസ്സിലാവില്ല. നീ എന്തൊക്കെയാ കാക്കക്കുട്ടായി പറയുന്നേ? പാറച്ചേട്ടന് വിഷമമായി. ചേട്ടൻ അറിയോ, കഴിഞ്ഞ ദിവസം ആവണിപ്പാടത്ത് കൊയ്ത്തു കഴിഞ്ഞ് കിളികളെല്ലാം തീറ്റ തേടിയെത്തി. കൂടെ ഞാനും. ഹോ, അവരൊക്കെ ഒന്ന് കാണണം. പൽനിര പോലെ വെളുവെളുത്ത കൊക്കുകൾ, സ്വർണം പോലെ തുടുത്തുടുത്ത മഞ്ഞക്കിളികൾ, പച്ചിലക്കാട് പോലെ മനോഹരിയായ തത്തമ്മ. ആവണിപ്പടമാകെ ഓണപ്പൂക്കളം തീർത്ത പോലെ തോന്നിപ്പോയി. ഞാനും സന്തോഷത്തോടെ അങ്ങോട്ട് പറന്നു ചെന്നു. എന്നെ കണ്ടതും അവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. പോടാ കറുമ്പ എന്ന് പറഞ്ഞ് കൊത്തി നോവിച്ചു. പുറമെ ഭംഗിയേറിയ നിറമുണ്ടെങ്കിലും അകമാകെ കറുപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാക്കക്കുട്ട, നീ ഇങ്ങനെ വിഷമിച്ചാലോ? നീ എന്നെ നോക്ക്, ഞാൻ കറുത്തിട്ടല്ലേ? പറ കറുത്തിട്ടെന്ന ചെല്ലമുണ്ട്. എന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ? എന്നെ പോലെ കരുത്ത് എന്തിനുണ്ട്? മരതകക്കുന്നിനുണ്ടോ? ചുകന്ന ചെങ്കൽ കോട്ടയ്ക്കുണ്ടോ? പക്ഷെ ഞാൻ അങ്ങനെ ഉറച്ചു നിൽക്കും. നിറത്തിലല്ല കുട്ടാ, ഗുണത്തിലാ കാര്യം. പാറ പോലെ ഉറച്ചിട്ടെന്ന ചൊല്ലുമുണ്ടേ. നീ നിന്റെ കാര്യം നോക്ക്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുന്നതും നാടും നഗരവും വൃത്തിയാക്കുന്നതും ആരാ? അതൊക്കെ പോട്ടെ, മനുഷ്യർ ബലിച്ചോറെടുക്കാൻ കൈകൊട്ടി വിളിക്കുന്നത് ആരെയാ? നിങ്ങൾ കറുത്ത കാക്കകളെയല്ലേ? ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തിയും വെടിപ്പുമുള്ളോൾ എന്ന് പാടുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. കറുമ്പന് സന്തോഷമായി. പാറച്ചേട്ടൻ്റെ കവിളിൽ ഉമ്മ കൊടുത്ത് അവൻ വീണ്ടും വാഴക്കൈയിൽ ചെന്നിരുന്നു. ഹോ, ഈ കുരുത്തം കെട്ട ചെറുക്കനോട് ചോറൊക്കെ അടുക്കള പുറത്ത് വലിച്ചെറിയതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരൊറ്റ കാക്കയെ പോലും കാണുന്നുമില്ല. മുത്തശ്ശി കുട്ടനെ വഴക്ക് പറഞ്ഞു. കുട്ടന് സങ്കടമായി. കാ വാഴക്കൈയിലിരുന്ന് കറുമ്പൻ മെല്ലെ കരഞ്ഞു വിളിച്ചു. പാവം കറുമ്പൻ. കുട്ടൻ്റെ കണ്ണിൽ നിന്നും മഴത്തുള്ളികൾ പോലെ കണ്ണുനീർ ഒഴുകി വീണു. കറുമ്പൻ പറന്നു ചെന്ന് അടുക്കള പുറത്ത് ചോറൊക്കെ കൊത്തി വൃത്തിയാക്കി. ഹായ്, എത്തിയല്ല നമ്മുടെ കാക്കക്കുട്ടൻ, മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു. കുട്ടൻ കറുമ്പനെ നന്ദിയോട് നോക്കി. നമ്മുടെ കാക്കക്കുട്ടനോ കാ എന്ന് ഈണത്തിൽ പാടി പറന്നുപോയി. കൂട്ടുകാരെ, നിറത്തിലും ഭംഗിയിലും അല്ല കാര്യം, ഗുണത്തിലും കഴിവിലുമാണ്. നല്ലവരായിരിക്കാം, നന്മ ചെയ്തിടാം. നന്ദി, നമസ്കാരം.